ജിൻഡോയ്ക്ക് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടെങ്കിൽ അതിലേക്ക് ഉണ്ട് അഭിലാഷ്. ഈ RSS വൽക്കരണത്തിനെതിരെ ആദ്യം പ്രതികരിച്ചത് കേരളത്തിലെ UDF-ഉം കോൺഗ്രസും ആണ്. ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിക്കെതിരെ പ്രമേയം കൊണ്ടുവന്നപ്പോൾ ആ പ്രമേയത്തെ എതിർക്കുകയാണ് CPM-ഉം LDF സർക്കാരും ചെയ്തത്. അതിനുശേഷം ആർലേക്കർ വന്നപ്പോൾ വരുന്നതിന് മുമ്പേ ഞങ്ങൾ സൂചനകൾ കൊടുത്തതാണ് ഇത് നമ്മൾ തടയപ്പെടേണ്ടതാണ്, RSS വൽക്കരണത്തിന് വേണ്ടിയിട്ട് വരുന്നതാണ്, അപ്പോൾ ഇതിൽ ജാഗ്രത വേണമെന്ന് പറഞ്ഞപ്പോൾ അത്താഴ വിരുന്ന് കൊടുക്കുകയും പ്രഭാത വിരുന്ന് കൊടുക്കുകയും ചെയ്തു. ഇനി അരുൺകുമാറോട് ഒരു കാര്യം ചോദിക്കട്ടെ, കേരള ഹൗസിൽ പ്രഭാത വിരുന്ന് കൊടുത്തപ്പോൾ മുഖ്യമന്ത്രിയും ആർലേക്കറും നിർമ്മലാ സീതാരാമനും സംസാരിച്ചത് എന്തായിരുന്നു എന്ന് വെളിപ്പെടുത്താൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? KV തോമസിന് പിന്നെ കടലയും പുട്ടും കടലയും ഒക്കെ തൊണ്ടയിൽ കുടുങ്ങിയൊന്നും മിണ്ടാൻ പറ്റില്ല. നിങ്ങൾക്ക് എങ്ങനെ വെളിപ്പെടുത്താമോ എന്തായിരുന്നു RSS കാരനായിട്ടുള്ള ഗവർണറും കേരളത്തിലെ CPM-ന്റെ മുഖ്യമന്ത്രിയും തമ്മിലുള്ള ആ രഹസ്യ ചർച്ചയിൽ എന്തായിരുന്നു അവിടുത്തെ ചർച്ചാ വിഷയം? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ ഈ സമരം നടത്തുന്നത് വിളനിലം സമരം പണ്ട് നിങ്ങൾ നടത്തിയില്ലേ? ഒരുപാട് വിദ്യാർത്ഥികളുടെ മാർക്ക് ലിസ്റ്റ് കീറിക്കളഞ്ഞ്, ഒരുപാട് വിദ്യാർത്ഥികളുടെ ചോദ്യപേപ്പർ ഉത്തരക്കടലാസ് കീറിക്കളഞ്ഞ് ആ സമരത്തിന്റെ അവസാനം എന്തായിരുന്നു? നിങ്ങൾ കുറെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്റെ റിസൾട്ട് എന്തായിരുന്നു കൂടി SFI നിങ്ങൾ നടത്തുന്ന സമരം ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു ഗവർണറെ നിശ്ചയിക്കുമ്പോൾ അത് തടയാൻ കഴിയുന്ന വഴി എന്താണെന്ന് പറഞ്ഞു തന്നാൽ നന്നായി. മൃഗീയ ഭൂരിപക്ഷമുള്ള കേന്ദ്ര ഗവൺമെന്റ് ഒരു സംസ്ഥാനത്തേക്ക് ഒരു ഗവർണറെ നിശ്ചയിക്കുമ്പോൾ ആ ഗവർണറെ തടയാൻ കഴിയുന്ന വഴി തടയൂ എന്ന് ഞങ്ങൾ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഈ പറഞ്ഞതല്ലാതെ ഒരു പ്രതിഷേധം ഇതുവരെ നടത്തിയിട്ടുണ്ടോ? ഒരു പ്രക്ഷോഭം ഇതുവരെ നടത്തിയിട്ടുണ്ടോ? നാട്ടുകൊണ്ടെന്ന് പറയാം. ഒരൊറ്റ പ്രക്ഷോഭം എവിടെ പോയി KSU, എവിടെ പോയി യൂത്ത് കോൺഗ്രസ്, ഒരക്ഷരം ഇതുവരെ വിചാരിച്ചിട്ടില്ല. ഒരക്ഷരം ഈ വർത്തമാനം തകർക്കാൻ ഗവർണറെ നിങ്ങൾ ചുമന്ന പരവതാനി അവസാനിപ്പിക്കാൻ നമുക്ക് എന്തായാലും വളരെ നന്ദി മൂന്ന് പേർക്കും. വിളനിലം സമരത്തിന് ശേഷം കേരള സർവകലാശാല അങ്കണം കണ്ട ഏറ്റവും വലിയൊരു സമരത്തിനാണ് ഇന്ന് SFIയുടെ നേതൃത്വത്തിൽ അവിടെ സാക്ഷ്യം വഹിച്ചത്.